മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജാനമ്മ പാല് കൊടുത്തതിന് ശേഷം ആ കുഞ്ഞ് കിടന്നുറങ്ങുന്നു നോക്കി മഹിയും ലേഖയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് മഹിക്ക് ഭയങ്കര സന്തോഷത്തോടെയാണ് കുഞ്ഞിനെ നോക്കിയിരിക്കുന്നത്. ലേഖ ഇങ്ങനെ പറയുകയാണ് കേട്ടോ, ജാനമ്മ പാല് കൊടുത്തതിന് ശേഷം കുഞ്ഞ് എഴുന്നേറ്റിട്ടേ ഇല്ലല്ലോ, കുറേ നേരമായല്ലോ ഉറങ്ങുന്നത് എന്നിങ്ങനെ പറയണം. അവർ തമ്മിൽ സംസാരിക്കുകയാണ് കേട്ടോ കുഞ്ഞിനെ നോക്കിയിട്ട്. അതേസമയം ജാനമ്മ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുകയാണ് കേട്ടോ. കുഞ്ഞ് എന്താ അത്, കുഞ്ഞ് എഴുന്നേൽക്കുന്നില്ലല്ലോ. അവൻ പറഞ്ഞത് നാളെയാണ് ആ കുഞ്ഞ് എന്നെ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴേ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, ഞാൻ മഹാഭാവം ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ജാനമ്മ അങ്ങനെ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. അതേസമയം ജാനമ്മ എന്തായാലും വന്നിട്ട് കുഞ്ഞിൻ്റെ കാര്യം പറയുകയാണ്. കുഞ്ഞ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുന്നേൽക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ജാനമ്മയാണെങ്കിൽ പോയിട്ടുമില്ലല്ലോ. അങ്ങനെ അവർ ആ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അതേസമയം തോമസ് വൈദ്യരുടെ അടുത്ത് മേഘനാഥനെ നോക്കിയതിന് ശേഷം തോമസ് വൈദ്യർ പറയുന്നുണ്ട്, നിനക്ക് കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ഇതേപോലെ പോവുകയാണെങ്കിൽ നീ പെട്ടെന്ന് തന്നെ സുഖപ്പെടും പറയണം കേട്ടോ. അതേപോലെ തന്നെ ഉണ്ണിയവയും നോക്കിയിട്ട് പറയണം. ഉണ്ണിയുടെ അടുത്തും തോമസ് വൈദ്യർ പറയണം, നിനക്ക് പെട്ടെന്ന് തന്നെ നിൻ്റെ എല്ലും ഇതെല്ലാം ശരിയാവും എന്നിങ്ങനെ പറയണം. അതേപോലെ തോമസ് വൈദ്യർ ഉണ്ണിയെയും മേഘനാഥനെയും നന്നായി പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കണ്ണനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിൽക്കുന്നത് എന്ന്. അതേസമയം അയാളുടെ വർത്തമാനം കേട്ടതിന് ശേഷം ഉണ്ണി ഇങ്ങനെ പറയുകയാണ് കേട്ടോ, ഇവിടെ നിന്ന് എഴുന്നേറ്റ് കിട്ടിയാൽ മതിയായിരുന്നു, അതിനുശേഷം വേണം അങ്ങേരെ എന്തെങ്കിലും ചെയ്യാനേ എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ പ്രതാപൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, നീ ഒന്നും ചെയ്യണ്ട, ഞാൻ വേണ്ടതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്, ഇനിയും നീ എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടുണ്ടായാൽ നിന്നെ ആ മാർക്കോ വെറുതെ വിടില്ല, എന്നേക്കും നീ വീൽ ചെയറിലാവുന്നുള്ളത് ഉറപ്പായ കാര്യമാണ്, അതുകൊണ്ട് നീ ഇനി അതിനായിട്ടൊന്നും ചെയ്യണ്ട എന്നിങ്ങനെ പറയുന്നു കേട്ടോ. ഏതായാലും ശരി, കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ഏതായാലും കുഞ്ഞിനെ ഈ കൊല്ലലും അതുപോലെ ഈ മരുന്ന് കൊടുക്കലും ഇതോടുകൂടി നിൽക്കുകയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് കുഞ്ഞ് വലുതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ആ കുഞ്ഞിനെ ഒരു കാരണവശാലും ഒന്നും സംഭവിക്കില്ല. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.